അമ്മ അവളെ കൊണ്ടു നടന്ന് എല്ലാരും ഈ കാര്യം അറിയിക്കുവാണല്ലേ? അയ്യോ മോളെ, നീ അങ്ങനെ പറയരുത്. എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാവോന്ന് അറിയാനാ ശാസ്ത്രികളോട് ഞാൻ അതേപ്പറ്റി പറഞ്ഞത്. അതൊട്ടും ശരിയായില്ല ശ്രീദേവി. ആ പെണ്ണ് എന്തെങ്കിലും വിശ്വസിച്ചു വച്ചോന്ന് കരുതി അതിന് കുട പിടിക്കുന്നത് തീരെ ശരിയല്ല. എന്നിട്ട് ശാസ്ത്രികൾ പറഞ്ഞോ അമ്മൂനോട് ലക്ഷ്മി പൂജ ചെയ്യാൻ? ഭാര്യ ഭർത്താവിന് വേണ്ടി പൂജ ചെയ്യണമെന്നേ ശാസ്ത്രികൾ പറഞ്ഞുള്ളൂ. പുറത്തുനിന്ന് അകത്തേക്ക് വന്ന അവൾ അത് കേട്ടു. കൂടെ കൊണ്ടു നടക്കുന്നതിന്റെ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത്. അവള് ലക്ഷ്മി പൂജ ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജന സഞ്ജുവിനുണ്ടാവാൻ പോകുന്നത്? അവള് സഞ്ജുവിന്റെ ഭാര്യയാണെന്ന് മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിക്കും. അതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാ? ഒരു കാര്യം ഞാൻ പറയാം, അമ്മു ലക്ഷ്മി പൂജ ചെയ്യാൻ പാടില്ല. ഇതെന്റെ ഭർത്താവിനെ സംബന്ധിച്ച കാര്യമാ. സഞ്ജുവിന് വേണ്ടി പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കണം. അമ്മ അവൾക്ക് കൊടുക്കുന്ന അമിതമായ സ്വാതന്ത്ര്യമൊക്കെ എനിക്കറിയാം. പക്ഷെ ഇത് ഞാൻ സമ്മതിച്ചു തരില്ല. അത് അവളുടെ ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന പൂജയായിട്ട് നമുക്ക് കരുതാമുള്ളൂ. നീ സഞ്ജുവിന് വേണ്ടി ചെയ്താ പോരെ? എന്നെ മാറ്റി നിർത്തിയ ഒരു കാര്യം ഞാൻ എന്തിനു ചെയ്യണം? അമ്മ എന്നെയാണ് കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കോ? ഇനി അമ്മ തന്നെ അവളെ തടയുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. ഇത് ലക്ഷ്മി വിഗ്രഹമല്ലേ? ഭർത്താവിന്റെ ദീർഘായുസിന് ലക്ഷ്മി പൂജ ചെയ്യുന്നത് ഈ വിഗ്രഹത്തിന് മുന്നില്ല. മോളെ ഈ വിഗ്രഹം കണ്ടിട്ടുള്ളതല്ലേ? ഓർമ്മിച്ച് നോക്കിയാ മനസ്സിലാവും. ഇല്ലമ്മേ, ഞാൻ ആദ്യമായിട്ട് കാണാം. പക്ഷേ പറമോളെ, ഈ വിഗ്രഹം കണ്ടപ്പോ എനിക്ക് നല്ല പരിചയം പോലെ തോന്നുന്നു. അതെ, അത് സത്യമാ. മോളെ വിഗ്രഹം വെച്ച് ലക്ഷ്മി പൂജ ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി പൂജ ഭർത്താവിന് വേണ്ടി ചെയ്യുന്നതല്ലേ അമ്മേ? കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാനെങ്ങനെ ചെയ്യാനാ? അതുമല്ല, ഈ വിഗ്രഹം ഈ വീട്ടിലല്ലേ ഇരിക്കുന്നേ? അമ്മ അതെന്താ ഓർക്കാതെ പറയുന്നേ? ചില നേരങ്ങളിൽ അമ്മ ഇങ്ങനെ അബദ്ധങ്ങൾ പറയാറുണ്ട്. സഞ്ജുട്ടിന് ഒരുപാട് ശത്രുക്കൾ ഉള്ളതല്ലേ? ഈ വിഗ്രഹം വെച്ച് എനിക്ക് സഞ്ജുട്ടിന് വേണ്ടി ലക്ഷ്മി പൂജ ചെയ്യണം. അതൊന്നും ഇപ്പൊ വേണ്ട മോളെ.
അവനു വേണ്ടി വേറെ പൂജകൾ ഇപ്പൊ നടക്കല്ലേ? അതിലെന്താ അമ്മേ കുഴപ്പം? ഭർത്താവിന് വേണ്ടി എന്നും ലക്ഷ്മി പൂജ ചെയ്ത അത്രയും നല്ലതാന്ന് മുത്തശ്ശി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, നീ എങ്ങനെ പൂജകൾ നടത്തുന്നേ? അത് അറിഞ്ഞിരിക്കണ്ടേ? അത് ഞാൻ പറയാം. മനസ്സൊരുക്കി ലക്ഷ്മി ദേവിയോട് ഭർത്താവിന്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണം. വെള്ളിയാഴ്ച ദേവിക്ക് പായസം നേദിക്കണം. ശരിക്കും പൂജ ഭർത്താവിന്റെ മുന്നിലാ. അദ്ദേഹത്തെ കൊണ്ട് നെറ്റിയില് കുങ്കുമം ഇടിപ്പിക്കണം. അദ്ദേഹത്തിന്റെ പാദം തൊട്ട് വന്ദിക്കണം. അദ്ദേഹം കഴിച്ച പാത്രത്തിൽ ഭക്ഷണവും കഴിക്കണം. ഇതൊക്കെ ചെയ്യാത്ത ആളെങ്ങനെയാ ഇത്ര കൃത്യമായിട്ട് പറയുന്നത്? ഇതൊക്കെ മുത്തശ്ശി പറഞ്ഞു തന്ന കാര്യങ്ങളല്ലേ? ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടി ലക്ഷ്മി പൂജ ചെയ്യാൻ പോവാ. അമ്മേ, അത് ദേവിയുടെ തീരുമാനാ. അതല്ലേ ഞാൻ ലക്ഷ്മി വിഗ്രഹം കാണാനിടയായത്. മോളെ, സഞ്ജുവിന് ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. നീയായിട്ട് അവനെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. ഇപ്പോ നടത്തുന്ന പൂജകളൊക്കെ മതി. സഞ്ജുവേട്ടന് വിശ്വാസമില്ലാന്ന് കരുതി നമുക്കത് ചെയ്യാതിരിക്കാനാവോ? ഒരു ഭാര്യ എന്ന നിലയിൽ അതെന്റെ കടമയല്ലേ അമ്മേ? ഞാനത് ചെയ്യും. അമ്മ എതിർത്തൊന്നും പറയാതിരുന്നാ മതി. എന്തായാലും ഉടനെ മോള് ലക്ഷ്മി പൂജയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ എന്ത് പൂജകൾ ചെയ്യണമെങ്കിലും ശാസ്ത്രികളോട് സംസാരിക്കണം. ശാസ്ത്രികളുടെ അനുവാദം ഇല്ലാതെ ഒന്നും ചെയ്യാനാവില്ല. ഇത് അതിനു മാത്രമുള്ള പൂജയല്ലമ്മേ. എനിക്ക് ലക്ഷ്മി പൂജ ചെയ്യണമെന്ന ആഗ്രഹം ശാസ്ത്രികൾക്ക് വേണ്ടെന്ന് പറയാനാവില്ല. ഞാൻ ഈ പൂജ ചെയ്യും. എന്റെ ഈശ്വര, ശ്രീകുട്ടിക്ക് ഇതെങ്ങനെ സഹിക്കാനാവും? ചേച്ചി സങ്കടത്തിലാണല്ലോ. ചേച്ചിയുടെ ആള് വിളിച്ചില്ലേ? എന്നാ ചേച്ചിക്ക് അങ്ങോട്ടൊന്ന് വിളിച്ചൂടെ? നീ നിന്റെ ഭർത്താവിന് വേണ്ടി ലക്ഷ്മി പൂജ ചെയ്യാൻ തന്നെ തീരുമാനിച്ചോ? അതില് പ്രത്യേകം തീരുമാനിക്കാൻ മാത്രം എന്താ ചേച്ചി ഉള്ളത്? ശാസ്ത്രികൾ പറഞ്ഞതറിഞ്ഞില്ലേ? സഞ്ജുട്ടിന് ദോഷ സമയാ. സഞ്ജുവിന് വേണ്ടി നീ പൂജ നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. നീ ചെയ്യുന്ന പൂജ കൊണ്ട് സഞ്ജുവിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഞാനൊരു സത്യം പറഞ്ഞു. അതെന്താന്ന് ചേച്ചി പറഞ്ഞു തീരൂ. ഞാൻ സഞ്ജുവേട്ടന്റെ ഭാര്യ. എന്റെ ഭർത്താവിന് വേണ്ടി ഞാനല്ലേ പൂജ ചെയ്യേണ്ടത്? ഇനി എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അത് സഞ്ജുവിന് ഈ പൂജയിലോ ദൈവത്തിലോ ഒന്നും വിശ്വാസമില്ല. വിശ്വാസമില്ലാത്ത ആളിന് പൂജ നടത്തുന്നത് ദൈവത്തിനെ കളിയാക്കുന്നതിന് തുല്യോ. അത് ഗുണത്തെക്കാൾ ദോഷമായി തീരും. ദൈവകോപം വരുത്തി വെക്കാതെ നീ പൂജയ്ക്കൊന്നും പോരുത്. ഇനി പോയാൽ തന്നെ സഞ്ജുവിന്റെ അനുവാദം വാങ്ങണം. ഒരു ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവിനോടുള്ള സ്നേഹ ലക്ഷ്മി പൂജ. അതിന് ഭർത്താവിന്റെ അനുവാദം ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. പിന്നെ സഞ്ജുവേട്ടന് പൂജയിലോ ദൈവത്തിലോ വിശ്വാസം ഇല്ലാന്ന് വെച്ച് ഞാൻ അങ്ങനെ ആവേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ ഇതിനു മുൻപ് പൂജകളൊന്നും നടന്നിട്ടില്ലേ? സഞ്ജുവേട്ടന്റെ അമ്മ ദൈവവിശ്വാസിയല്ലേ? സഞ്ജുവേട്ടൻ തന്നെ എത്രയോ ക്ഷേത്രങ്ങളില് അമ്മയെ കൊണ്ടുപോയിട്ടുണ്ട്.
എന്താ അപ്പൊ അമ്മയെ വിലക്കാതിരുന്നത്? ഈ കുടുംബത്തിൽ തന്നെ ഒരു കുടുംബക്ഷേത്രം ഇല്ലേ? ചേച്ചി, ഇത് എന്റെ കടമയാ. ഞാൻ ഇത് ചെയ്തേ തീരൂ. അതിന് ബലം ഉണ്ടാവും. ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞതിലെ എനിക്ക് സങ്കടം. ചേച്ചിക്ക് ഒരു ഭർത്താവ് ഉള്ളതല്ലേ? ആ ഭർത്താവ് ഉള്ളതാ എന്റെ വിഷമം. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇന്നെന്തെങ്കിലും പുതിയ വിഷയം ഉണ്ടായോ? നീ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ നിന്നെ മുകളിലൊക്കെ നോക്കി. സഞ്ജുവിന് വേണ്ടി അമ്മു ലക്ഷ്മി പൂജ ചെയ്യാൻ പോകുന്നു. ലക്ഷ്മി പൂജയോ? അതെ. പാദപൂജ. അതെ, ഭാര്യ ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന പൂജ. അമ്മു അല്ല സഞ്ജുവിന്റെ ഭാര്യ. അവൾ ഈ ചടങ്ങ് നടത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കതൊരു വിഡ്ഢിയെ പോലെ കണ്ടു നിൽക്കാനാവില്ല. അമ്മു എന്റെ അനിയത്തി തന്നെയാ. ഒരു സമയത്ത് എനിക്ക് വേണ്ടി മരിക്കാനും തയ്യാറായവള്. ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ അത് നിനക്കറിയില്ലേ സ്വാതി? നന്നായിട്ട് അറിയാം. പക്ഷെ സഞ്ജു ഒരു കാര്യം ഓർക്കണം. ഞാനും ഒരു പെണ്ണല്ലേ, ഒരു ഭാര്യയല്ലേ. ഭർത്താവിന്മേൽ മറ്റൊരു പെണ്ണ് ആധിപത്യം സ്ഥാപിക്കാൻ വന്ന ഭൂമിയിൽ ഏത് പെണ്ണിനത് സഹിക്കാൻ കഴിയും? ഭൂമിയോളം താണു. അവൾക്ക് ചവിട്ടി നിൽക്കാൻ ഞാൻ എന്റെ ശിരസ് തന്നെ വെച്ചു കൊടുത്തു. എല്ലാം എനിക്ക് അവളോടുള്ള സ്നേഹവും കടപ്പാടും കൊണ്ട് മാത്രമാ. പക്ഷെ ഇനി ഞാൻ നിന്ന് കൊടുക്കണോന്ന് അവളെ സംരക്ഷിക്കാൻ നടക്കുന്ന ആരും കരുതണ്ട. സഹിക്കാൻ കഴിയുന്നതിന്റെ പരിധി കഴിഞ്ഞു. എനിക്ക് അവള് കാലുകൾ തിരിച്ചു തന്നുള്ളത് സത്യമാ. ഇതിലും ഭേദം അവൾ എന്റെ കാലുകൾ തിരിച്ചു തരാതിരിക്കുന്നതായിരുന്നു. നന്ദികേടും പറയുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ജീവിതം തന്ന് മോഹിപ്പിച്ചിട്ട് ആ ജീവിതം ചവിട്ടി കമഴ്ത്തുവാമോ ചെയ്യുന്നത്? ലച്ചുമോളെ,
ആരാ അച്ഛ? മോളെ ലച്ചു, ദക്ഷയപ്പം നമുക്ക് നേരെ നിർത്തിവിട്ടിരിക്കുന്നത് സ്വന്തം അമ്മയെ. എനിക്കത് മനസ്സിലായി അച്ഛ. നന്നായി പ്ലാൻ ചെയ്ത് തന്നെയാ വീണ് കിട്ടിയ അവസരം അവള് മുതലെടുക്കുന്നത്. പക്ഷേ അമ്മോന് പാർവതിയോട് മാത്രം ഇത്ര അടുപ്പമുണ്ടായത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. മോളെ ഒന്ന് കാണാൻ മുത്തശ്ശി എത്ര ദിവസമായി ഇവളോട് പറയുകയാണെന്നോ. ഒടുവിൽ ഞാൻ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകുമെന്ന് പറഞ്ഞപ്പോ കൊണ്ടുവരാമെന്ന് സമ്മതിച്ചു. എനിക്കിവിടം വിട്ട് പുറത്തേക്കൊന്നും പോകാൻ അറിയില്ല മുത്തശ്ശി. അങ്ങനെയെങ്കിൽ ഞാൻ മുത്തശ്ശി കാണാൻ വരില്ലേ? ലച്ചു ഒന്ന് വിളിച്ചാ പോരെ, ഞാൻ വണ്ടി അയച്ചു തരില്ലേ? അതിനെനിക്ക് ദക്ഷമ്മയുടെ ഫോൺ നമ്പർ അറിയില്ലല്ലോ. അതൊക്കെ ചോദിച്ചു വാങ്ങണ്ടേ? ലച്ചുവിന് ഈ നാട്ടിൽ അറിയാവുന്ന ഏക ബന്ധു മുത്തശ്ശിയല്ലേ? ആ മുത്തശ്ശി വന്നട്ടെ. ബാ. ഇതൊക്കെ മുത്തശ്ശി, ഇതെന്റെ മുത്തശ്ശനാ. ഇത് സഞ്ജുട്ടന്റെ അമ്മ. ഇവരൊക്കെ ആരായാലും എനിക്കെന്താ? ഞാൻ വന്നത് എന്റെ കൊച്ചുമോളെ കാണാനാ. വാ മുത്തശ്ശി. ക്ഷമിക്കണം, അമ്മ ആരെയും അധിക്ഷേപിച്ചതല്ല. കുറെ കാലം മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ ഒറ്റപ്പെട്ട നിലയിൽ ഏതൊക്കെയോ ഓർഫനേജുകളിൽ. നിങ്ങളെ അമ്മ ഓർക്കുന്നുകൂടിയില്ല. ഓർമ്മയിലുണ്ടായിരുന്നെങ്കിൽ ഈ വീടിന്റെ പടി കയറാൻ ശാഠ്യം പിടിക്കില്ല. അച്ഛൻ വരൂ. ആദ്യമായിട്ട് മുത്തശ്ശി എന്റെ വീട് കാണാൻ വരില്ലേ? കഴിക്കും മുത്തശ്ശി. ആ ഇരിക്കെ. ദാ കഴിക്കൂ മുത്തശ്ശി, കഴിക്ക്. ആ സ്ത്രീ പിന്നെയും വന്നു. അവള് അമ്മയും കൂട്ടി അമ്മൂനെ കാണാൻ വന്നിരിക്കുന്നേ. വരരുതെന്ന് എങ്ങനെ പറയും? പക്ഷേ പിണക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ? നഷ്ടപ്പെട്ട ഓർമ്മകളിലേക്ക് അമ്മൂനെ തിരിച്ചുകൊണ്ടുവരാൻ ആ മുത്തശ്ശി വഴി ചിലപ്പോൾ കഴിയും. അതുകൊണ്ട് നമ്മൾ ദക്ഷയെ പിണക്കാൻ നിൽക്കണ്ട. ആ ലച്ചു, തച്ചിലെടുത്തുനിന്ന് ആരെങ്കിലും ലച്ചുവിനെ കാണാൻ വന്നിരുന്നോ? ആരും വന്നിട്ടില്ല. സഞ്ജുട്ടൻ കുഞ്ഞുട്ടേട്ടനെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലച്ചു വിഷമിക്കൊന്നും വേണ്ട. അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ അന്വേഷിക്കാം. അല്ല, സഞ്ജുട്ടനായിട്ട് ദക്ഷമ്മയ്ക്ക് എന്താ പ്രശ്നം? അന്നിവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്കൊന്നും മനസ്സിലായില്ല. അത് സഞ്ജുവിന്റെ ബിസിനസിന്റെ കാൽഭാഗം സ്വത്തിന്റെ അവകാശം ഞങ്ങൾക്കുള്ളതാ. അവരുടെ ബിസിനസ്സിൽ ലാഭം കണ്ട അത്രയും തുക ഞങ്ങൾ മുടക്കിയത്. ഇപ്പൊ ലാഭം പോയിട്ട് നഷ്ടമല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങൾ പലിശയ്ക്ക് പണം കൊടുത്തായിരുന്നോ? ഞങ്ങൾക്ക് ചിട്ടിക്കമ്പനി ഉണ്ടായിരുന്നു. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. പിന്നെ ലച്ചു ഇങ്ങനെ പതുങ്ങി വീട്ടിൽ തന്നെ ഇരിക്കാൻ പാടില്ല. ദേ, ഈ കുടുംബത്തിലെ ഗൃഹനാഥയാവേണ്ടവളാ നീ. ഇപ്പോഴേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ലച്ചു വെറുതെ അടുക്കളയിൽ വെച്ച് വിളമ്പി കഴിയാൻ പാടില്ല. ഇവിടെയുള്ള ഓരോരുത്തരും
ഈ കാണുന്ന സ്വത്തുക്കൾ അടിച്ചെടുക്കാനാ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ദിനേശിനും ഭാര്യയ്ക്കും ഇവിടെ കിടക്കേണ്ട കാര്യമുണ്ടോ? സഞ്ജുവിന്റെ മുറപ്പെണ്ണ് ഇവിടെ കുടികിടക്കല്ലേ? അവരൊക്കെ ഞാൻ വരുന്നതിന് മുന്നേ ഇവിടെയുള്ള ആൾക്കാരല്ലേ. എനിക്കൊന്നിനും അവകാശമില്ല ദക്ഷമേ. ഒരുപാട് സ്വർണവും പണവും സ്ത്രീധനവും ഒക്കെ വാങ്ങി സഞ്ജുവേട്ടൻ വലിയൊരു കുടുംബത്തിലെ പെണ്ണിനെ കെട്ടേണ്ടതല്ലേ. ഞാൻ എന്റെ നില മറക്കാമോ? മോളുടെ നില എന്ന് പറയുന്നത് ഈ വീടിന്റെ മരുമകളും സഞ്ജുമോന്റെ ഭാര്യയും എന്നതാ. ജനിക്കുമ്പോ തന്നെ ആരും ഒന്നും കൊണ്ടുവരുന്നില്ല. എവിടെ എങ്ങനെ ജനിച്ചാലും ഈശ്വരാനുഗ്രഹം ഉള്ളവർ അവർ അർഹിക്കുന്ന നിലയിലെത്തും. പെരുവണ്ണാപുരത്ത് അമ്മയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മോൾക്ക് നല്ലൊരു ജീവിതം ദേവി തന്നു. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാ നോക്കേണ്ടത്. ലച്ചു ആദ്യം ഇവിടുന്ന് ഒഴിവാക്കി വിടേണ്ടത് ശ്രീകുട്ടിയെയാ. അയ്യോ, എന്തേ പറയുന്നത്? ഇന്നുവരെ അവൾ അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ നിന്നെ കാണിച്ചിട്ടുണ്ടോ?